Hi everyone, welcome to the session. I'm Dr. Hasan. അപ്പം നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ടു പ്ലാൻ അഹെഡ് വിത്ത് ഫോബിയ പവർ പാക്ക് പ്രോഗ്രാം എന്നതിനെ പറ്റിയാണ്. അപ്പം ലൈക്ക് ദിസ് വിൽ ബി വെരി ഓപ്പൺ ഫ്രീ സെഷൻ ആണ്. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നത്, നമ്മുടെ അവസ്ഥ എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ് എന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു മെന്റൽ സപ്പോർട്ട് ആൻഡ് അതിനൊരു അക്കാഡമിക് വൈസ് അതിനൊരു സൊല്യൂഷൻ തരുന്ന, എനിക്ക് സൊല്യൂഷൻ അല്ല സജഷൻ തരുന്ന, ഓപ്ഷൻസ് തരുന്ന ഒരു സെഷനായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് മക്കളെ, ഫസ്റ്റ് ഇയർ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ സെൻസ് നമ്മളെ ഏത് ഇയർ എത്തിയാലും. ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഇയർ PG റെസിഡന്റ് ആണ് സർജറിയിൽ. അപ്പം എസ്പെഷ്യലി സർജറിക്ക് ആവുന്ന സമയത്ത് യു ആർ സപ്പോസ് ടു നോ അനാറ്റമി ഇൻ ഡീറ്റെയിൽ. സർജറി ആകുമ്പോൾ വീണ്ടും പഠിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സാധനങ്ങൾ, അതിന്റെ ബേസിക്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. വാർഡിന്റെ റൗണ്ട്സിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ഈ സാധനം നമ്മൾ പണ്ട് ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സാധനങ്ങൾക്ക് ഓർത്ത് വെച്ചിട്ട് നമ്മളപ്പോ കറക്റ്റ് ആൻസർ പറയാം, അല്ലെങ്കിൽ അതുകൊണ്ട് ഇത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. ബേസിക് ഷുഡ് ബി വെരി സ്ട്രോങ്. അതിന്റെ അർത്ഥം ഞാൻ ഫസ്റ്റ് ഇയർ എക്സാം തീരുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ ബുക്സ് ഒക്കെ ഫുൾ ബൈ ഹാർട്ട് ആവണം, അതേ സാധനം സെക്കൻഡ് ഇയറിലും തേർഡ് ഇയറിലും ഫൈനൽ ഇയറിലും ഇങ്ങനെ ഓർത്ത് വെക്കണം, അങ്ങനെയൊന്നും ആർക്കും കഴിയില്ല. ബട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, പഠിച്ചു വെക്കേണ്ട കുറച്ച് മസ്റ്റ് നോ ടോപ്പിക്സ് ഉണ്ട്. ഞാൻ എക്സാം പോയിന്റിലല്ല പറയുന്നത്. ഒരു അക്കാഡമീഷ്യൻ അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യൻ, ഒരു ഫിസിഷ്യൻ ബേസിൽ നമ്മളൊരു MBBS കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഫസ്റ്റ് ഇയറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു പൊട്ടനാണ് എന്ന് ആൾക്കാർ മനസ്സിലാക്കും. വിവരമുള്ളവർക്ക് റെസ്പെക്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതിപ്പോ ആരാണ്? ഇപ്പൊ ഞങ്ങൾ യൂണിറ്റ് ചീഫൊക്കെ വരുന്ന സമയത്ത് ഈ ദാറ്റ് മച്ച് ബ്രില്യന്റ്. അപ്പം ആൾ പറയുന്ന ഓരോ വാക്കിലും നമുക്ക് ഓക്കെ ഫുൾ പോയിന്റ് പറയുമ്പോൾ ഭയങ്കര റെസ്പെക്ട് ഉണ്ടാവും. അപ്പം വിവരമുള്ള ഒരു മനുഷ്യനാണെങ്കിൽ നമുക്ക് റെസ്പെക്ട് കിട്ടുള്ളൂ. ഞാൻ ജസ്റ്റ് എക്സാം പാസ്സാവും. ഞാൻ എക്സാം പോയിന്റ് മാത്രമല്ല പറയുന്നത്, വിൽ സീ ഇൻ എ ലാർജ് സ്കെയിൽ. ഓക്കെ, ഒരു ജസ്റ്റ് ഫസ്റ്റ് ഇയർ പാസ്സാവുന്നതിന് പകരം കുറെ മുന്നോട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് ഇയർ ഒക്കെ സുഖമായിട്ട് പാസ്സാവും. അതിന് കുറെ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സെഷനാണ് ഇത്. ഫസ്റ്റ് ഇയറിലേക്ക് നിന്ന് ഇപ്പോഴത്തെ കുറച്ച് ഡേയ്സ് ഒക്കെ നമുക്ക് ആലോചിക്കുന്ന സമയത്ത് നമുക്കറിയാം ഓഗസ്റ്റിലായിരിക്കാം നമ്മൾ യൂണിവേഴ്സിറ്റി 5th ഡേറ്റ് വന്നിട്ടുണ്ട് കുഹാസിന്. ഔട്ട്സൈഡ് കേരളಕ್ಕೆ ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് മന്ത് നമുക്ക് യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കാം. ഓക്കെ, ഓഗസ്റ്റ് മന്തിൽ യൂണിവേഴ്സിറ്റി എക്സാം ഒക്കെ ആണല്ലോ. ജൂലൈ നിങ്ങൾക്ക് സാധാരണ ജൂലൈ സ്റ്റഡി ലീവ് ആണ് ഉണ്ടാവുക. ഒരു 30 days ലീവ് എന്തായാലും കിട്ടേണ്ടതാണ്. ഉറപ്പൊന്നുമില്ല 25 ആവാം 20 ആവുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. 30 days ആണ് സാധാരണ നമുക്ക് തരുന്ന ലീവ്. അപ്പൊ ജൂണിൽ നമുക്ക് എന്താ ഉണ്ടാവുക? ഫൈനൽ ആവറേജ് ആണ് ഉണ്ടാവുക ആണല്ലോ. ഇന്നിപ്പോ ഡേറ്റ് April 15 തുടങ്ങുന്ന ബാച്ചിലെ വീഡിയോ ആണിത്. മേ ബി നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ 1 week കഴിഞ്ഞിട്ടായിരിക്കും കാണാൻ. ബട്ട് സ്റ്റിൽ നമുക്ക് May 1st തുടങ്ങുന്ന ഒരു ബാച്ച് ഉണ്ടാവും. ഓക്കെ, ലൈക്ക് ജസ്റ്റ് നിങ്ങൾ ഈ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പം മെയ് നമുക്കൊരു 31 days, ഒരു 1 month എടുക്കാം. നമുക്ക് അങ്ങനെ സ്പെസിഫിക്കലി ഡേയ്സ് പകരം ഒരു 1 month അവിടെ ഉണ്ട്. അതിന് ഇയർ വി ഹാവ് ഒരു 15 days നമുക്ക് ഏപ്രിലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ നമുക്ക് ആലോചിച്ച് നോക്കാം. ഫസ്റ്റ് ആവറേജിൽ നമുക്ക് ഉണ്ടായത് അനാറ്റമി, ഫിസിയോളജി, ബയോകെമിസ്ട്രി കുറച്ച് ടോപ്പിക്. സെക്കൻഡ് ആവറേജിൽ കുറച്ച് ടോപ്പിക്. ഫൈനൽ ആവറേജിൽ നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഫുൾ ടോപ്പിക് ആണ് എല്ലാത്തിനും വരിക. ഫൈനൽ ആവറേജ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തേർഡ് മോഡൽ എന്ന് പറയുന്നത്, എസ്പെഷ്യലി ഇപ്പൊ കേരള ആണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം തമിഴ്നാട്, കർണാടക ഒക്കെ ആണെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ തൊട്ട് മുമ്പുള്ള എക്സാമിൽ യൂണിവേഴ്സിറ്റി മോഡലായിരിക്കും. 2 പേപ്പേഴ്സ് അനാറ്റമി, 2 പേപ്പർ ഫിസിയോളജി, 2 പേപ്പർ ബയോകെമിസ്ട്രി മൊത്തം ഉണ്ടാവും. ഇതിന്റെ കോമഡി എങ്ങനെയാ എന്ന് വെച്ചാല്, നമ്മളെ എക്സാമിന്റെ ഒരു 1 week, ഫൈനൽ ആവറേജ് ഒരു 1 week മുമ്പായിരിക്കും നിങ്ങൾക്ക് പോർഷനൊക്കെ തീർന്ന്, പോർഷനും പ്രാക്ടിക്കൽ കംപ്ലീറ്റ് ചെയ്ത്, ലോജിക്ക് കംപ്ലീറ്റ് ചെയ്ത് ഒരു 1 week മുമ്പായിരിക്കും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് വെച്ചാൽ, 1 weekനുള്ളിൽ നിങ്ങൾ അനാറ്റമി മൊത്തം പഠിക്കണം, ഫിസിയോളജി മൊത്തം പഠിക്കണം, ബയോകെം മൊത്തം പഠിക്കണം. അവിടെ കിളി പോകും. അതിപ്പോ നല്ല പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പോലും കിളി പോകും. ബട്ട് ആ കുട്ടിക്ക് കിളി പോയാലും കുട്ടിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്, ഞാൻ ഫസ്റ്റും സെക്കൻഡും പാസ്സായിട്ടുണ്ട്, ഞാൻ ഏതെങ്കിലും ഒന്നെങ്കിലും പാസ്സായിട്ടുണ്ട്. സോ സ്റ്റിൽ ഞാൻ ആ ചങ്ങായി ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കുറച്ച് പണ്ട് പഠിച്ചിരുന്നതാണ്. അപ്പൊ അതിന്റെ അർത്ഥം സെക്കൻഡിലും കുറച്ച് പഠിക്കുന്നുണ്ടാവും, ഫൈനലിലും കുറച്ച് പണ്ടും പഠിച്ചിട്ടുണ്ടാവും, ഇപ്പം പഠിക്കുന്നുണ്ടാവും. അപ്പം അവനറിയാം എങ്ങനെ പാസ്സാവാൻ വേണ്ടിയിട്ട് എങ്ങനെ പഠിക്കുന്ന ടെക്നിക്ക് ഉണ്ട്. അതുകൊണ്ടാണ് അവനൊന്ന് പാസ്സായത്. അപ്പൊ അവൻ എങ്ങനെയെങ്കിലും ഒരു കുറച്ച് എന്താ പറയാ പേടിയുണ്ടെങ്കിൽ അവൻ പാസ്സാവും. ഇത് ഫസ്റ്റും സെക്കൻഡും ഒന്നും പാസ്സാവാത്ത, അല്ലെങ്കിൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്ത ആളാണെങ്കിൽ ഓക്കെ, ഫസ്റ്റിലും ക്വാളിഫൈ ആണ്, സെക്കൻഡിലും ക്വാളിഫൈ ആണ്, ഫൈനലിലും ക്വാളിഫൈ ചെയ്താൽ യൂണിവേഴ്സിറ്റി ചെയ്തിപ്പിക്കും നമുക്ക് വിശ്വസിക്കാം. ഒരു വാസ്റ്റ് മെജോറിറ്റി കുട്ടികൾ ഫസ്റ്റിലും പാസ്സായിട്ടില്ല, സെക്കൻഡിലും പാസ്സായിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേപ്പർ ഇതുവരെ ഒന്നിനും പാസ്സായിട്ടുണ്ടാവില്ല. ഫൈനൽ ആവറേജിൽ പാസ്സായിട്ടില്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എഴുതിപ്പിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം.
ബട്ട് ഫൈനൽ ആവറേജിൽ ക്വാളിഫൈ ചെയ്താൽ ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ചെയ്തിരിക്കും. ഇതൊന്നും നമുക്ക് ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് 3 പാസ്സായാലേ എക്സാം എഴുതിപ്പിക്കുന്നു, 3 ക്വാളിഫൈ ചെയ്താൽ മാത്രമേ എക്സാം എഴുതിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്താൽ മാത്രം പോലെ പാസ്സായാലേ എക്സാം എഴുതിപ്പിക്കുള്ളൂ, അല്ലെങ്കിൽ 2 ക്വാളിഫൈ 1 പാസ്, അങ്ങനെയൊന്നും സ്ട്രിക്റ്റ് ആയിട്ടില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഡിപ്പാർട്ട്മെന്റ്, യുവർ HOD. പിന്നെ അവർ റെമഡിയൽ എക്സാം നടത്തും. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എഴുതും അങ്ങനെയൊന്നും അല്ല. കാരണം അവർ റെമഡിയിലും മറ്റേതൊക്കെ നടത്തും. ബട്ട് എന്തിനാണ് നമ്മൾ ഇത്രയും മാനസിക പ്രയാസം ആലോചിച്ചോട്ടെ? ഫൈനൽ ആവറേജിന് 1 വീക്ക് മുമ്പ് നമ്മൾ ഇത്രയും മാനസിക ഞങ്ങളൊക്കെ അനുഭവിച്ചതാ. കാരണം ഫുൾ ബുക്ക് പഠിക്കാൻ ഒരാഴ്ച ഇങ്ങനെ എക്സാം മൊത്തം പഠിക്കുന്നത് എന്ത് പഠിക്കാനാ? അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമോ? അവസാന കാലങ്ങളിൽ കോളേജിൽ പഠിക്കുന്നത് എന്താണെന്ന് പോലും അറിയില്ല. പോർഷൻസ് കൊണ്ട് പത്തച്ച് വിടായിരിക്കും. അവിടെയാണ് ഞാൻ പറയുന്നത്, നമുക്കൊരു വെൽ പ്ലാൻഡ് ഷെഡ്യൂൾ ഉണ്ടെങ്കിൽ നമുക്ക് അവസാനത്തെ ഫൈനൽ ആവറേജിനെ ഒന്ന് സന്തോഷത്തോടു കൂടി ഒന്ന് പഠിച്ച് അറ്റ്ലീസ്റ്റ് ആ നമ്മൾ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ബട്ട് ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ. അപ്പം ഫൈനൽ ആവറേജിന് മുമ്പ് നമുക്ക് ഏകദേശം ഒരു ടോപ്പിക് പൊടി തട്ടി നോക്കി ഓക്കെ അപ്പർ ലെവൽ ഇത്ര എസ് പഠിക്കണം, ബ്രേക്കൽ ഫ്ലെക്സ് ഇമ്പോർട്ടന്റ് ആണ്, ഷോൾഡർ ജോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്, ആക്സൽ ഇമ്പോർട്ടന്റ് ആണ്, ബ്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, മേജർ നെർവ്സ് അപ്പർ ഇമ്പോർട്ടന്റ് ആണ്, സ്പേസസ് ആൻഡ് ഹാൻഡ് ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും ഞാൻ എന്തായാലും പഠിക്കും. എന്നിട്ട് എനിക്ക് വൈറ്റൽ പോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ഷോൾഡർ ജോയിന്റ് ഷുഗർ ക്വസ്റ്റ്യൻ ആണ്, ബാക്കിയുള്ളത് അടുത്ത സീറ്റ് റീഡിംഗ്. അങ്ങനെ എല്ലാ ടോപ്പിക്കിലും ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് മനസ്സിലാക്കി ഒരു തവണ ഒന്ന് വായിച്ചു നോക്കി ഫൈനൽ ആവറേജ് കുറച്ച് സന്തോഷത്തോടു കൂടി എഴുതി എന്താ സമാധാനമല്ലേ? കാരണം നമുക്ക് എസ്പെഷ്യലി ഞാൻ പറഞ്ഞ ഫസ്റ്റും സെക്കൻഡും ക്വാളിഫൈ ആയിട്ടില്ല അല്ലെങ്കിൽ പാസ് ആയിട്ടില്ല, നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ആവറേജ് തലേന്ന് ഒരു ഇരുന്നിട്ടുണ്ടാവും, അന്ന് എങ്ങനെയൊക്കെയോ പാസ് ആയി എങ്ങനെയൊക്കെയോ ക്വാളിഫൈ ചെയ്ത് പൊട്ടി. സെക്കൻഡ് ആവറേജിന് ഒരു 1 വീക്ക് മുമ്പ് ഇരുന്നിട്ടുണ്ടാവും. ആ ഇരുത്തം പോരെ ഫൈനൽ ആവറേജിന്. കാരണം എന്താ, നിങ്ങളെ ടാർഗറ്റ് ഉണ്ട്, ഞാനിത് ക്വാളിഫൈ ചെയ്യണം അല്ലെങ്കിൽ ഞാനിത് പാസ് ആവണം, എന്നാലേ എനിക്ക് യൂണിവേഴ്സിറ്റി ചെയ്താൽ കഴിയുമെന്ന് ഒരു ടാർഗറ്റ് ഉള്ളതുകൊണ്ടും ഒരു പേടിയുള്ളതുകൊണ്ടും നമുക്ക് അങ്ങനെ അങ്ങോട്ട് നമ്മൾ പുഷ് ചെയ്യാൻ കഴിയില്ല. നമുക്ക് പേടിയുള്ള സമയത്ത് നമ്മൾ വിചാരിക്കും പേടിച്ചാൽ കൂടുതൽ പഠിക്കുന്നത്. ചില പേടി വരുന്നത് നമുക്ക് പഠിക്കാൻ കഴിയാതാവുകയും ചെയ്യാം. ആ സമയത്ത് ഡിപ്രഷൻ ആവും, ഇത് കയ്യിൽ നിന്ന് പോകുന്നൊക്കെ പേടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വി ഹാവ് എ പ്ലാൻ ഫോർ ഇറ്റ്. ഓക്കെ, വി സഫേർഡ്, വി ഡോണ്ട് വാണ്ട് അവർ ജൂനിയേഴ്സ് ടു സഫർ. We executed that plan for the past 4 years and it was 6th batch ആണ്. ഫസ്റ്റ് ബാച്ച് ആണ് ക്രാഷ്, പിന്നീട് 4 വർഷം പവർ പാക്ക് കൂടി, 6th ബാച്ച് നിങ്ങൾ, അഥവാ 5th ബാച്ച് ഓഫ് പവർ പാക്ക്, ആൻഡ് വി ഗോട്ട് എൻ എക്സലന്റ് റിസൾട്ട് ആൻഡ് റെസ്പോൺസ് ഫ്രം ദ സ്റ്റുഡൻസ്. അതാണ് നമ്മളിവിടെ പവർ പാക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്ന സംഭവം. ഓക്കെ ആണല്ലോ? ഇനി നോക്കാം. ഏപ്രിൽ 15 ദിവസം, മെയ്യിൽ 1 മാസം, ജൂണിൽ ഫൈനൽ ആവറേജ്, ജൂലൈയിൽ 30 ഡേയ്സ്, ഓഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി. ജൂലൈ 30 ഡേയ്സ് നമുക്കൊരു സൂപ്പർ 30 പ്രോഗ്രാമാണ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നിങ്ങൾ ഫൈനൽ ആവറേജ് കഴിഞ്ഞ് സമാധാനത്തോടുകൂടി 1-2 ദിവസമൊക്കെ റെസ്റ്റ് ഒക്കെ എടുത്ത് ബീച്ചിലൊക്കെ പോയി എവിടെയെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പോലെ ഫുഡ് കഴിക്കാൻ പോലെ വീട്ടിൽ കിടന്നു തുടങ്ങി 2 ദിവസം കിടന്നൊക്കെ ഉറങ്ങി ഫ്രഷ് ആയിട്ട് നമ്മളോട് പഠിക്കാൻ തുടങ്ങാം. 30 ദിവസം പഠിക്കണം. ക്ലാസ്സിൽ ചില പഠിപ്പിക്കലുണ്ടാവും, നല്ല പഠിപ്പിക്കൽ എന്ന് ലൈബ്രറിയിൽ 1-2 ദിവസം പഠിക്കും. കുറച്ച് നമ്മളെ റൂംമേറ്റ്സിൽ കുറച്ച് ആൾക്കാരുണ്ടാവും, നല്ല തലയായിരിക്കും, നമ്മളെ പോലെ കൂടെ കളിക്കാൻ കൂടുതൽ അവർക്ക് നമ്മളെക്കാൾ മാർക്കുണ്ടാവും. ഞാനും നിങ്ങൾ പഠിക്കുന്ന സാധാരണക്കാരായ ആൾക്കാർ 30 ദിവസത്തിൽ തുടക്കത്തിൽ കുറച്ച് മണിക്കൂറൊക്കെ ഇരുന്ന് പിന്നെ കൂട്ടി ലൈബ്രറിയിൽ ഇരുന്ന് പഠിച്ചാലേ നല്ല മാർക്കോടുകൂടി മസ്റ്റർ പാസ്സാൻ കഴിയുള്ളൂ. സമാധാനത്തോടു കൂടി ഫോബിയ കിട്ടു, അല്ലെങ്കിൽ ഈ ചങ്ങായിന്റെ വീഡിയോ ആവശ്യമില്ലാണ്ട് ഒരു 1/2 മണിക്കൂർ ഇരുന്ന് കണ്ടു, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റോളം ആയല്ലോ. അപ്പം ഇത്രയും നമ്മൾ സമയം കൊടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ, വി നീഡ് സം റിസൾട്ട് അല്ലേ? അപ്പം ആ സമാധാനത്തോടു കൂടി ഫസ്റ്റ് ഇയർ പാസ് ആവുക, സന്തോഷത്തോടു കൂടി, വലിയ ടെൻഷനൊന്നും ഇല്ലാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഉള്ളൂ. ഇനി സെക്കൻഡ് ഇയർ ആകുമ്പോൾ ഇത്രേ ഉള്ളൂ, തേർഡ് ഇയർ ആകുമ്പോൾ ഇത്രേ ഉള്ളൂ, MBBS യൂണിവേഴ്സിറ്റി ഇത്രേ ഉള്ളൂ, PG എക്സാം ഇത്രേ ഉള്ളൂ, നീറ്റ് PG ഇത്രേ ഉള്ളൂ. ലൈക്ക് വി വിൽ നോ ഹൗ ടു ടാക്കിൾ ഓൾ ദിസ്. അതിന്റെ ഒരു ട്രിക്കും അതിന്റെ ഒരു മെത്തേഡും ആണല്ലോ തരുന്നത്. ഓക്കെ, ഇപ്പൊ ഓഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി സൂപ്പർ 30 ഡേയ്സ് 30 ദിവസം ടഫായ റിവിഷൻ. അത് നമ്മുടെ ഗ്രൂപ്പിലും നമ്മളെ പോയ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. ജൂണിൽ ഫൈനൽ ആവറേജ്. നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഏപ്രിൽ 15 തുടങ്ങുന്ന പവർ പാക്കിന്റെ ഫസ്റ്റ് ബാച്ച്. പവർ പാക്കിന്റെ ഇത് കാണുമ്പോൾ തന്നെ സെക്കൻഡ് ബാച്ചിൽ വരാമെന്ന് കാത്തിക്കായിട്ട് വീണ്ടും 15 ദിവസം ഒരു കാരണമില്ലാതെ കൊണ്ടുപോയി കളയാണ്. ജോയിൻ ഏർലി, ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏപ്രിൽ 15 തുടങ്ങുന്ന പവർ പാക്കാണ്. 15 ദിവസം, ഇവിടെ ഒരു 30 ദിവസം, ഒരു 45 ദിവസം നമ്മൾ എന്താ പഠിക്കാന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി തലേന്ന് ടോപ്പിക് ഇട്ടിട്ട് മക്കളെ നാളേക്ക് പഠിക്കുന്ന ടോപ്പിക് ഇതാണ്. അപ്പം അതിനുമുമ്പ് ഇപ്പം നമുക്കറിയാം ഫൈനൽ ആവറേജ് വരാൻ പോകുന്നത് ജൂൺ 1. അപ്പം അതിനു മുമ്പ് നിങ്ങൾക്ക് ഇപ്പൊ എടുക്കുന്ന ടോപ്പിക്കും നിങ്ങൾക്ക് അറിയില്ല, പണ്ടെടുത്ത ടോപ്പിക്കും നിങ്ങൾക്ക് അറിയില്ല. അവിടെ ഞങ്ങളെ ദ ബെസ്റ്റ് പ്ലാൻ അവൈലബിൾ ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഈസ്, നമ്മൾ ചെയ്യാൻ പോകുന്നത് 45 ദിവസം ഞാൻ പറഞ്ഞില്ല. ഏപ്രിൽ 15 ദിവസം, മെയ്യിൽ 30 ദിവസം, 31 ദിവസം. അപ്പൊ 45-46 ദിവസം നമ്മൾ ഫസ്റ്റ് ആവറേജിലെ ഫുൾ ടോപ്പിക്കും സെക്കൻഡ് ആവറേജിലെ 15 ടോപ്പിക്കും നമ്മൾ ഡെയിലി ഡിസ്കഷൻ വെച്ച് കവർ ചെയ്യും.
ബാക്കി എത്ര വരിക? 45 ദിവസം ഉണ്ടാവും. 90 ദിവസത്തെ 100 ഡേയ്സ് ആണ്, 90 ഡേയ്സ് ആണ് ഫുൾ പ്രോഗ്രാം വരുന്നത്. ബാക്കി 45 ഡേയ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾ ആ ഫൈനൽ ആവറേജിന്റെ ഫേസിലായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഡെയിലി കോളേജ് പഠിപ്പിക്കുന്ന ടോപ്പിക് ഒന്നും ബ്രഷ് അതെങ്ങനെ നോക്കണം, എന്തൊക്കെ നോക്കണം എന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗത്തോടു കൂടി ഒരു 1 hour 1.5 hour സ്പെൻഡ് ചെയ്തിട്ട് ഡെയിലി കോളേജ് പഠിപ്പിക്കുന്ന ടോപ്പിക് ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ആവറേജും സെക്കൻഡ് ആവറേജും ടോപ്പിക് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഈ റിവിഷൻ പ്രോഗ്രാമിൽ പഠിച്ചിടും. കാരണം അല്ലാണ്ട് അവരിപ്പോ നിങ്ങളെ കോളേജ് പഠിപ്പിക്കുന്ന മാത്രം ടോപ്പിക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലാസ്റ്റ് പോർഷൻ ഒക്കെ കഴിഞ്ഞ് ഫൈനൽ ആവറേജിന് 1 വീക്ക് മുമ്പ് ഫസ്റ്റ് ആവറേജും സെക്കൻഡ് ആവറേജും നോക്കുമ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തീരൂല. അതുകൊണ്ടാണ് ഫസ്റ്റ് ആവറേജും സെക്കൻഡ് ആവറേജ് ഒക്കെ പോവിയ വീട്ടിലേക്ക് ഇപ്പൊ നിങ്ങളെ കോളേജ് പഠിക്കുന്ന ടോപ്പിക് നിങ്ങളായിട്ടൊരു 1.5 2 hours കൊടുക്കുക. പോവിയ ആപ്പിൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും കാണാം. അത് എങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെയാണ് നമ്മൾ 90 ഡേയ്സ് പ്ലാൻ ചെയ്തത്. സോ ദ ആക്റ്റീവ് ലേണിംഗ് വിൽ ബി ഫോർ 45 ഡേയ്സ് വിത്ത് ഫോവിയ. ഫൈനൽ ആവറേജ് സമയത്തും ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടക്കും. നിങ്ങൾക്ക് എക്സാം ഇല്ലാത്ത, കാരണം പല കോളേജിൽ പല സമയത്തായിരിക്കും എക്സാം ഇല്ലാത്ത ദിവസം ഗ്രൂപ്പിൽ പങ്കെടുക്കാം. എക്സാം കഴിഞ്ഞിട്ട് അത് 2-3 ദിവസം നടന്ന ഡിസ്കഷൻ വായിച്ചു നോക്കാം. എക്സാം ലേറ്റ് ആണെങ്കിൽ അത് നോക്കാം. എക്സാം ലേറ്റ് ആണെങ്കിൽ സമയം ഉണ്ടെങ്കിൽ സാധനം നോക്കാം. യു ക്യാൻ യൂസ് ദാറ്റ്. ഡിസ്കഷൻ നടക്കും. ഇതാണ് നമ്മുടെ സംഭവം. ഇപ്പം 45 ദിവസം നമ്മൾ ഫസ്റ്റ് ആവറേജ് സെക്കൻഡ് ആവറേജ് ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തെടുത്തിട്ട് അപ്പൊ അതിന്റെ കൂടെ നിങ്ങൾ ഫൈനൽ ആവറേജ് ടോപ്പിക്സ് നിങ്ങൾ തന്നെ സ്വന്തം ഫൈനൽ ആവറേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളെ കോളേജ് പഠിപ്പിക്കുന്ന ടോപ്പിക്സ് നിങ്ങൾ തന്നെ കുറച്ച് സമയം കൊടുത്ത് പഠിക്കാം. അപ്പൊ ഒരു ഭാഗത്ത് നിന്ന് ഫോവിയ നിങ്ങൾ പുഷ് ചെയ്ത് ഫസ്റ്റും സെക്കൻഡ് ആവറേജ് ടോപ്പിക്സും നിങ്ങളിപ്പോ കോളേജിൽ ഇതിലുള്ളൊന്നും നോക്കണ്ട. നിങ്ങളിപ്പോ കോളേജിൽ പഠിക്കുന്ന ടോപ്പിക്സ് നിങ്ങളും കൂടി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏകദേശം ഫൈനൽ ആവറേജിന് മുമ്പ് എല്ലാം ഇതൊക്കെ ഒന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയൊക്കെയാ ചോദിക്കുന്നത്, ഇതിനൊക്കെ എസ് ചോദിക്കും. ഒരു തവണ എന്തോ ഞാൻ വായിച്ചു നോക്കിയിട്ടുണ്ട്, മതി. ഫൈനൽ ആവറേജിന്റെ എക്സാമിന് 2 ദിവസം നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യും. ഒരു 60% നമ്മൾ കവർ ചെയ്യും. നമ്മൾ എക്സാമിന് പോകും, നമ്മൾ പാസ്സായ പോലെ. യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് ഡിസ്റ്റിങ്ഷൻ അടിക്കാം. പിന്നീട് ഒരു 30 ദിവസം റിവിഷൻ പ്രോഗ്രാം. ഇതേ ഷെഡ്യൂൾ 30 ദിവസത്തെ കൺസൈസ് ആക്കിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ഫാസ്റ്റ് റാപ്പിഡ് റിവിഷൻ. കാരണം പകല് വേറെ പണിയൊന്നും ഇല്ലല്ലോ, എക്സാം പഠിക്കൽ മാത്രമല്ലേ ഉള്ളൂ, ക്ലാസ്സും ഇല്ലല്ലോ. ഓക്കെ, അതാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ അതാണ് 15 ഡേയ്സ് എന്ന് പറയുന്നത് 90 ഡേയ്സ് പവർ പാക്ക് ഷെഡ്യൂൾ. ഏപ്രിൽ 15 എന്ന് പറയുന്നത് ജൂലൈയിൽ സൂപ്പർ 30 ഷെഡ്യൂളാണ് ഉണ്ടാവുക. ഇനി അവിടെ 6 മന്ത് ആണ് നമുക്ക് ആപ്പിന്റെ സബ്സ്ക്രിപ്ഷൻ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഏപ്രിൽ മാസം 15 ദിവസം ഉള്ളത്, മെയ് ഫുള്ള്, ജൂൺ ഫുള്ള്. ജൂൺ നമ്മൾ ഫൈനൽ ആവറേജ് സമയത്ത് നിങ്ങൾക്ക് ആപ്പ് ആണല്ലോ. ഫൈനൽ ആവറേജ് സമയത്ത് മേ ബി നിങ്ങൾക്ക് എക്സാമിന് എഴുതി ടോപ്പിക് നോക്കും. ഇപ്പൊ എക്സാമിന് പോകുന്ന സമയത്ത് വീഡിയോ കാണി കാണാം. പ്രാക്ടിക്കലിന് പോകുമ്പോൾ വീഡിയോ കാണണമെങ്കിൽ ആപ്പിലെ വീഡിയോസ് കാണാം. ജൂലൈയിൽ സൂപ്പർ 30 ആപ്പ് ഉണ്ടാവും. ഓഗസ്റ്റിൽ യൂണിവേഴ്സിറ്റി ആപ്പ് ഉണ്ടാവും. സെപ്റ്റംബറിൽ പ്രാക്ടിക്കലിന് ആപ്പ് ഉണ്ടാവും. 6 മന്ത് ആണ് ആപ്പ് സബ്സ്ക്രിപ്ഷൻ വരിക. ഓക്കെ, അത് 2 മന്തോ 3 മന്തോ ഇല്ല. കാരണം കുറെ പേർക്ക് മെസ്സേജ് അയക്കുന്നില്ല 3 മാസത്തിന് മാത്രം ആപ്പ് വന്നാൽ പോയാണ്. ആലോചിച്ചോട്ടെ, 3 മാസത്തിന് മാത്രം ആപ്പ് എടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം കിട്ടുക. 3 മാസം നിങ്ങൾ ആപ്പ് എടുക്കുന്നു, നിങ്ങൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നു. ഇതേ നോട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നോട്ട് ഒന്ന് ഓടിച്ചു നോക്കി പഠിച്ചു വെച്ചതായിരിക്കും. യു ഹാവ് ടു റിവൈസ് ദ സെയിം തിങ് ഫോർ എക്സാം. എക്സാമിന്റെ അല്ലെങ്കിൽ ആപ്പ് ഇല്ലെങ്കിൽ കാര്യമുണ്ടോ? മനസ്സിലായോ? ദ തിങ് ഈസ്, ഇതിൽ നിന്ന് എന്തൊക്കെ കാണണം, 450 വീഡിയോസ് ഇപ്പൊ കാണണം, അതിനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. സോ 6 മന്ത് ആണ് നമ്മൾ ആപ്പ് സബ്സ്ക്രിപ്ഷൻ വരുന്നത്. പ്രാക്ടിക്കലി തീരുന്നവരെ യു ക്യാൻ യൂസ് ദിസ് ആപ്പ്, യൂസ് ദ വീഡിയോസ്, റെഫർ ടു ദ ഓൾഡ് ടോപ്പിക്സ്, റിവിഷൻ ഒക്കെ ഈ ആപ്പ് യൂസ് ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞു ഏപ്രിൽ 15 മുതൽ പവർ പാക്ക് 90 ഡേയ്സ്, ജൂലൈ 1 മുതൽ സൂപ്പർ 30 പ്രോഗ്രാമുകൾ. ഇനി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഫോവിയ ആപ്പിൽ ഉണ്ടാവുക എന്നതിനാണ്, എസ്പെഷ്യലി പവർ പാക്ക് റിലേറ്റഡ്. ആദ്യം തന്നെ പവർ പാക്ക് 90 ഡേയ്സ് ഷെഡ്യൂൾ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം തലേന്ന് രാത്രി ഗ്രൂപ്പിലിടും, മക്കളെ നാളേക്കുള്ള പവർ പാക്കിന്റെ ടോപ്പിക് ഇതൊക്കെയാണ്. വീഡിയോസ് ആപ്പിൽ ഏതൊക്കെ കാണുന്നത് ലിസ്റ്റ് ഇട്ടിരും. നിങ്ങൾക്ക് യു വിൽ ഹാവ് പ്ലെന്റി ഓഫ് ഓപ്ഷൻ. അത് ഞാൻ പറഞ്ഞത് എന്തൊക്കെ ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ടോപ്പിക് കിട്ടി, കാണേണ്ട വീഡിയോസിന് ലിസ്റ്റ് കിട്ടും. രണ്ടാമത് പിറ്റേന്ന് രാത്രി ഡിസ്കഷൻ സമയത്ത് ആ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലിനിക്കൽ എസ്സേസ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്തും. ഓക്കെ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഡിസ്കഷൻ നടത്തും. ഇതേ ക്ലിനിക്കൽ എസ്സേസ് വിത്ത് ഡീറ്റെയിൽ ആൻസർ PDF ആപ്പിൽ അവൈലബിളും ആണ്. ഓക്കെ, ഇനി അടുത്തത്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ അപ്പർ ലിമിന്റെ ഡേ ആണ്, 2-3 ദിവസം അപ്പർ ലിമിറ്റ് ഉണ്ടാവും. അപ്പൊ അപ്പർ ലിമിന്റെ സമയത്ത് നിങ്ങൾക്ക് അതിൽ നിന്ന് ചോദിച്ച ഷോർട്ട് ആൻസറും ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണണമെങ്കിൽ ഫോവിയ ക്യൂ എന്ന് പറയുന്ന PDF ആപ്പിലുണ്ട്. ഇതിൽ നിന്ന് ചോദിച്ച എല്ലാ ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഓക്കെ ആണല്ലോ? അപ്പം ഇതാണ് നമ്മളെ പവർ പാക്ക് ഷെഡ്യൂള്. ഉദാഹരണത്തിന് ഇവിടെ ഡേ 1 എന്ന് പറയുന്ന സമയത്ത് ഇൻട്രൊഡക്ഷൻ ടു അപ്പർ ലിമിറ്റ്, പെട്രോളിൽ ആക്സിഡന്റ്, ബാക്കപ്പ്, ഇത്രയേ ഉള്ളൂ. അപ്പം 15-ാം തീയതി നമ്മൾ ആകെ ടോപ്പിക് പഠിച്ചു. ഇൻട്രൊഡക്ഷൻ അപ്പർ ലിമിറ്റ് ഒന്നും ചോദിക്കാൻ പോകില്ല. പെട്രോൾ റീജിയനിൽ ബ്രസ്റ്റേഴ്സ് ആണ് വെരി ഇമ്പോർട്ടന്റ്. ആക്സിഡന്റ് എസ്, ബാക്ക് ഓഫ് ബോഡി സ്കാപ്പുലർ റീജിയനും കാര്യമായിട്ട് ഇമ്പോർട്ടന്റ് ഇല്ല. അപ്പൊ ആക്സിഡന്റ് ഇൻക്ലൂഡിംഗ് ആക്സിലറി ആർട്ടറി, അതുപോലെ തന്നെ ലിംഫോയിഡ് ഇമ്പോർട്ടന്റ് ആണ്, ബ്രസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, ബ്രെസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്.
അതിന്റെ കൂടെ അതാണ് 3-star കഫ്. 2-star അതിന്റെ ഡെൽറ്റോയിഡ് റൊട്ടേറ്റഡ് കഫ്, സ്പേസ് ഓഫ് സ്കാപ്പുല ചോദിച്ചിട്ടുണ്ട്, ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്, എല്ലാ മസിൽസിനും ഒരു ബേസിക് ഐഡിയ വേണം, അനാസ്റ്റമോസ് ഓഫ് സ്കാപ്പുല വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡേ 1. അപ്പൊ ആലോചിച്ച് നോക്കണം, നിങ്ങൾ രാത്രി ഒരു 10-15 മിനിറ്റ് 1 അവർ നിങ്ങളെ കോളേജിൽ പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കാം, ഒരു 1 അവർ ഫോവിയ പവർ പാക്കിൽ വെക്കാം. അപ്പൊ അപ്പർ ലിംബ് മുതലേ റിവിഷൻ, ഐ നോ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് അല്ലേ, അപ്പർ ലിംബിന് ബുക്ക് തന്നെ ഇപ്പൊ എവിടെ വെച്ചെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് unless we do something extra, do we expect some good results? അല്ലെങ്കിൽ ഒരു മിറാക്കിൾ ആലോചിക്കണ്ടോ, കുറച്ചോനെ എക്സാം പാസ്സാക്കി ഞാനൊന്നും പഠിച്ചിട്ടില്ല, മറ്റു ദൈവമേ എങ്ങനെയെങ്കിലും എക്സാം പാസ്സാക്കി തരണേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്കും അറിയാം, നിങ്ങൾക്കും അറിയാലോ. സോ വി ഡു സംതിങ് ഫ്രം അവർ സൈഡ്, വി പ്രേ, വിശ്വാസം ഉണ്ടെങ്കിൽ വി പ്രേ, നമ്മൾ പകുതി നമ്മൾ ചെയ്യുന്നു, പകുതി വേറെ ആരും ചെയ്യുന്നു, ആൻഡ് വി ഗെറ്റ് ദ റിസൾട്ട്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ ഇതാണ് ഡേ 1 ടോപ്പിക്. അപ്പൊ ഡേ 1 ടോപ്പിക് തരും, വീഡിയോസ് കാണാനും തരും. എന്നിട്ട് പിറ്റേന്ന് രാത്രി എന്താ ചെയ്യാം, ഇതാണ് നമ്മൾ എസ് എ ബുക്ക്. എസ് എ ബുക്കിൽ ഇതേ ടോപ്പിക് എസ് എ ബൗണ്ടറീസ് ഓഫ് ആക്സില, കണ്ടൻസ്, ആക്സിലറി ആർട്ട് എന്ന ഫോളോയിങ്. അടുത്ത എസ് എ swelling of left upper limb, solid presence of few enlarged swelling in the left axilla, swelling in the upper lateral portion of breast എസ് എ, പിന്നെ വീണ്ടും ബ്രസ്റ്റിന്റെ എസ് എ, അപ്പറിംഗ് ഫോർസെപ്സ് എന്ന് പറയുമ്പോൾ അത് ബ്രേക്കിംഗ് പ്ലെക്സസിന്റെ എസ് എ. അപ്പോൾ ഡേ 1 എസ്ഐസ് പിറ്റേന്ന് ഗ്രൂപ്പിൽ ഇടും. ഇതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ആപ്പിൽ അവൈലബിൾ ആണ്. ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാൻ ആപ്പിൽ അതിന്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ ഫോവിയാക്യൂ എന്ന് പറഞ്ഞ പി ഡി എഫിൽ നിന്ന് നിങ്ങൾക്ക് അപ്പർ ലിംബിന്റെ ടോപ്പിക് കാണണമെങ്കിൽ ബോൺസിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ്, പെക്ടോറൽ റീജനിലെ അപ്പർ ലിംബിൽ നിന്ന് ചോദിക്കാൻ സാധ്യത ക്വസ്റ്റ്യൻസ്, ഷോർട്ട് ആൻസർ, ഡയഗ്രാം ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ആക്സിലിൽ നിന്ന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്. ദിസ് ഈസ് ദ ക്യൂബ് ഫോർ ഓൾ ദ മലയാളി സ്റ്റുഡൻസ് യൂസിങ് ഫോവിയ. ഓക്കെ, എന്നിട്ട് മാത്രം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ യൂസ് ചെയ്യാം. I know, like South Indian, every state has one university-oriented Q bank. Use that, but the first thing will be FOVIA-Q. FOVIA-Q use ചെയ്തതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് പഠിച്ച് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾക്ക് പോവാം. PYQ എനിവേ അതൊക്കെ ഇതിൽ കവേർഡ് ആണ്. 90%, മോർ ദാൻ 90% ആണ് ഇത് കവേർഡ്. ഇതിലാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ഇത് വെച്ച് നോക്കി ഒന്ന് ആദ്യത്തെ സ്റ്റെപ്പ് പഠിക്കാം. അപ്പൊ ക്വസ്റ്റ്യൻസ് കിട്ടി, സംഭവം കിട്ടി, തലേന്ന് ടോപ്പിക് കിട്ടി, കാണേണ്ട വീഡിയോസ് തരും, ടോപ്പിക് കിട്ടി, കാണേണ്ട വീഡിയോസ് ലിസ്റ്റ് അയക്കും, പിറ്റേന്ന് അതിന്റെ ഡിസ്കഷൻ നടക്കും. അതിന്റെ ഡീറ്റെയിൽ ആൻസേഴ്സ് ആപ്പിൽ അവൈലബിൾ ആണ്. പിന്നെന്താ ഉള്ളത്, മറ്റേ കാണേണ്ടത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരാൻ സാധ്യതയുള്ളത്, ക്വസ്റ്റ്യൻ ബാങ്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഒക്കെ അപ്പറിലേക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പറിലേക്ക്. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് വൺ ഈസ് ഓക്കെ. അപ്പം നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറ്റ് ദ സ്റ്റേജ് പല ടോപ്പിക്കിലും പല ആൾക്കാരും പല സ്റ്റേജിലായിരിക്കും. എന്ന് വെച്ചാൽ അപ്പറിലും ഞാൻ പഠിച്ചിട്ടുണ്ട്, ലോവറിലും എനിക്ക് അറിയില്ല, വിവരമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് എടുത്തോന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ പല ടോപ്പിക്കിലും പല സ്റ്റേജിലായിരിക്കും. അതിനുള്ള സൊല്യൂഷൻ പറയാം. ഞാൻ പറഞ്ഞത് തലേന്ന് ടോപ്പിക് ഇടും, അതിന്റെ വീഡിയോസ് ഇട്ടരും, എന്തൊക്കെ കാണണമെന്ന് പറഞ്ഞത്. അപ്പൊ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ കുട്ടി ഇതൊക്കെ പണ്ട് പഠിച്ചതാണ്, ഒന്നും ഓർമ്മയില്ല. അതിന്റെ അടുത്ത ആ കുട്ടി നല്ല കുട്ടിയാണ്, ഞാൻ പഠിക്കാനേ നമുക്ക് കഴിയുള്ളൂ, മറക്കൽ എന്തായാലും മറക്കും, പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുട്ടി പണ്ടേ ഫോവിയന്റെ ക്ലാസ് നോട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഫോവിയന്റെ ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ക്ലാസിന്റെ ആവശ്യമില്ല, എനിക്ക് ബേസിക്കലി അറിയാം, ഫോവിയ നോട്ട്സ് നോക്കിയിട്ട് നോട്ട്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അതല്ല, കോളേജിൽ നല്ല അടിപൊളി, ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ കോളേജസ് ഹാവിംഗ് വെരി ഗുഡ് അക്കാഡമിക്സ്. ഇപ്പൊ കോളേജിന്റെ ക്ലാസ് കേട്ടിട്ട് കോളേജിന്റെ ഫാക്കൽറ്റിയുടെ നോട്ട്സ് ഒക്കെ നോക്കി ആ ടോപ്പിക്, ഉദാഹരണത്തിന് ബ്രേക്കിംഗ് പ്ലെക്സസ് വിശ്രാം സിംഗ് വായിച്ചതാണ്, അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ഉണ്ട്, ഫോവിയ നോട്ട്സ് ഉണ്ട്, ഫോവിയയിലെ ക്ലാസ്സും അതിന്റെ നോട്ട്സും ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ ഒരു ബ്രേക്കിംഗ് പ്ലെക്സസ് വീഡിയോസ് കണ്ടിട്ട് കയ്യിൽ നോട്ട് ഉണ്ട്. ഇതൊന്നുമില്ല, ഞാൻ വിശ്രാം സിംഗ് വായിച്ചത് ഞാൻ പഠിച്ചതാണ്. അങ്ങനെ ഒരു കുട്ടി, ആ കുട്ടി എന്താ ചെയ്യേണ്ടത്, തലേന്ന് ടോപ്പിക് കിട്ടുമ്പോൾ കിട്ടുന്ന ബ്രേക്കിംഗ് പ്ലെക്സസ് ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ റിസോഴ്സ് എന്താണോ അതൊന്ന് ഓടിച്ചു നോക്കിവിടുക, അത്ര ചെയ്താൽ മതി. ഓക്കെ, ജസ്റ്റ് എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊന്ന് ഓടിച്ചുവിടുക. ഇഫ് യു ആർ ലാക്കിംഗ് സംതിങ്, യൂസ് ഫോവിയ ഫോർ ഫില്ലിംഗ് ദാറ്റ് ഗ്യാപ്പ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അതിന് പകരം എന്റെ അടുത്ത് ഓൾറെഡി കോളേജിൽ HOD ബ്രേക്കിംഗ് പ്ലെക്സസ് നോട്ടുണ്ട്, ഇനി ആ ഫോവിയയിലെ ബ്രേക്കിംഗ് പ്ലെക്സസ് കാണണം, വേണ്ട. എന്തിനാ എക്സ്ട്രാ കണ്ടു ബ്രേക്കിംഗ് പ്ലെക്സസ് എങ്ങനെ പോയാലും 15 മാർക്കില്ലേ, മാക്സിമം 10 മാർക്കില്ലേ ചോദിക്കുള്ളൂ. അത് അത്ര മതി, നമുക്ക് വേറെ കുറച്ച് SS കവർ ചെയ്യാം. അത് മനസ്സിലായല്ലോ. ഇനി അതല്ല, വേറെ കുട്ടി ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്തതാണ്, ഓക്കെ ഫൈൻ, ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്താണ് പഠിച്ചെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് റിവൈസ് ചെയ്യാം. നെക്സ്റ്റ് ടോപ്പിക് ഉദാഹരണത്തിന് ബ്രേക്കിംഗ് പ്ലെക്സസ് തന്നെ. ഒരു കുട്ടി എത്ര തവണ വായിച്ചിട്ടുണ്ട്, പഠിക്ക് ഒന്നും കോൺസെപ്റ്റ് കത്തുന്നില്ല, എന്തോ മിസ്സിംഗ് ആണെങ്കിൽ സി ഫോവിയ വീഡിയോസ്. ഐ നോ 450 വീഡിയോസ് ഉണ്ട്, നിങ്ങൾ കുറെ കാണേണ്ടി വരും, ബട്ട് അതിന് ടൈം ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് വെക്കാം, നിങ്ങൾ ഒരു ടോപ്പിക് ഇപ്പൊ ഫോവിയ എടുത്ത് ഏതെങ്കിലും കുട്ടിയോട് ചോദിച്ചു വെക്കാം,
നീ ജെന്യൂൻ ആയിട്ട് ചോദിച്ചേക്കാം, ആ കുട്ടി ഏതെങ്കിലും ഒരു ഫ്രഷ് ടോപ്പിക് പഠിക്കാൻ വേണ്ടി സ്വന്തമായി ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വായിച്ച സമയത്ത്, ഈവൻ നിങ്ങൾ യൂട്യൂബിൽ പല വീഡിയോസും ഉണ്ട്, സ്വന്തമായി ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന്റെ പകരം ഒരു വീഡിയോ കണ്ടിട്ട് അതേ ടോപ്പിക്ക് വായിക്കും. വീഡിയോ കാണുമ്പോൾ ആലോചിക്കും വീഡിയോയുടെ ഡ്യൂറേഷൻ ഒരു മണിക്കൂറുണ്ട്, അത് ഇരിക്കണം. ബട്ട് ആ ഒരു 1 hour ഇഫ് ദ വീഡിയോ 1 hour കണ്ടാല് നമുക്ക് 10-15 മിനിറ്റ് ആ ടോപ്പിക് ഒന്ന് വേഗം 1 hour പ്ലസ് ഒരു 15 മിനിറ്റിൽ ടോപ്പിക് ഒന്ന് വേഗം കവർ ചെയ്ത് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വീഡിയോ ഇസ് നോട്ട് അറ്റ് ഓൾ എ വേസ്റ്റ് ഓഫ് ടൈം ആണ്. നിങ്ങൾ ടൈം സേവ് ചെയ്യാനാണ് നിങ്ങൾ വീഡിയോസ് യൂസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ബൈ ചാൻസ് വെഹിക്കിൾ പർച്ചേസ് എന്ന ടോപ്പിക് നിങ്ങൾ കോൺസെപ്റ്റ് എന്തോ മിസ്റ്റേക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അതിന് മനസ്സിലാവുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഫോവിയ നോട്ട്സ് നോക്കാം. ഇനി നോട്ട്സ് നോക്കിയിട്ട് കാര്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോസ്, മൈ പ്രിഫറൻസസ് യു സീ ദ വീഡിയോ then you see the notes. നോട്ട്സ് എഴുതാമെന്നില്ല, ബുക്കിൽ മാർക്ക് ചെയ്യാം. ഇനി അതല്ല നോട്ട്സ് എഴുതാൻ സമയമുണ്ടെങ്കിൽ നോട്ട്സ് എഴുതാം, നിങ്ങൾ ഇഷ്ടം. ഇപ്പോഴും നോട്ട്സ് എഴുതാം. ഇപ്പോഴും 450 വീഡിയോസും അതിന്റെ നോട്ട്സും കാണാൻ എനിക്ക് സമയമുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് എന്താണോ മിസ് ചെയ്തത് അതിന് വേണ്ടി ഫോവിയ ആപ്പ് യൂസ് ചെയ്യാം. അപ്പം ദ തിങ് ഈസ്, ആ ചാപ്റ്റർ വായിച്ചിട്ട് പോലില്ല, അതേതാ ചാപ്റ്റർ പോലും അറിയില്ല, ഫോവിയ വീഡിയോസ് അങ്ങോട്ട് കാണാം, QXLയുടെ കയ്യും കെട്ടിങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് നോട്ട്സ് നോക്കിയിട്ട് വിശ്രാമിലോ BDCയിലോ ഗൈറ്റലിലോ ജിക്കപ്പാനിലോ ഗീതയിലോ വാസനം സാർ ബുക്കിലോ ഉണ്ടെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാം, സാധനങ്ങൾ സെറ്റ് ആക്കി എടുക്കാം, കംപ്ലീറ്റ്. പിറ്റേന്ന് ഗ്രൂപ്പിൽ ഡിസ്കഷനിൽ പങ്കെടുക്കാം. എന്തെങ്കിലുമൊക്കെ സ്റ്റിക്കറെങ്കിലും ഇടുക, ഞാൻ പങ്കെടുക്കുന്നു അറിയിക്കാം. അല്ലെങ്കിൽ ഡിസ്കഷൻ നോക്കുക, നല്ല ആക്റ്റീവ് ഡിസ്കഷനാണ് നടക്കുന്നത്, ഡിസ്കഷൻ നോക്കുക, എസ്എസും എന്തൊക്കെയാ ചോദിക്കുന്നത് നോക്കുക. ഉറങ്ങാൻ നേരത്തെ ഫോവിയ ആപ്പിൽ എസ് പിന്നെ സ്ക്രോൾ ചെയ്ത് വിടാം, കിടന്നുറങ്ങാം. ഈ സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫോവിയ ആപ്പില് 12,000-ലധികം MCQs ഉണ്ട്. യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് MCQ, സിംഗിൾ ഓപ്ഷൻ, മൾട്ടിപ്പിൾ ഓപ്ഷൻ, കേസ് ബേസ്ഡ് അസസ്മെന്റ്, ടോപ്പിക് വൈസ്. നിങ്ങൾ ആക്സില എന്ന് ക്ലിക്ക് ചെയ്താൽ ആക്സില എന്നുള്ള സിംഗിൾ മൾട്ടിപ്പിൾ കേസ് ബേസ്ഡ് അസസ്മെന്റ് വരും. അത് വേണമെങ്കിൽ ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. എല്ലാ സാധനങ്ങളും ഒരു കൊടക്കയിൽ എന്ന് പറയുന്ന പോലെയാണ് ഫോവിയ ആപ്പിൽ നമ്മൾ തരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, സമയമുണ്ടോ, നമുക്ക് വീഡിയോ കാണാൻ സമയമുണ്ടോ? വീഡിയോ കാണാൻ സമയമുണ്ട് മക്കളെ, നമുക്ക് സമയമുണ്ട്. കാരണം നിങ്ങൾ വൃത്തിക്ക് അലച്ചാൽ മതി. അപ്പൊ നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ്, ലൈക്ക് ടു ബി വെരി ഓണസ്റ്റ്, വൈ ഡസ് പീപ്പിൾ കം ബാക്ക് ടു ഫോവിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫോവിയ വീഡിയോസ് കണ്ടിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആവുന്നത് നമ്മൾ അത്രയും എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുക. വി ഡോണ്ട് കെയർ അബൌട്ട് ദ ഡ്യൂറേഷൻ. ഇപ്പൊ എസ്പെഷ്യലി ഇപ്പൊ ഈ വീഡിയോ ഞാൻ 10 മിനിറ്റ് എടുക്കാൻ വിചാരിച്ചതാ, ഇപ്പൊ തന്നെ ഏകദേശം 25 മിനിറ്റ് ആയില്ലേ. വി ഡോണ്ട് കെയർ അബൌട്ട് ഡ്യൂറേഷൻ. ലൈക്ക് കാണേണ്ട ആൾക്കാർ കണ്ടുപോകണം, കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒരു സന്തോഷം സമാധാനം വരും. അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. വി ഡോണ്ട് കെയർ അബൌട്ട് ഡ്യൂറേഷൻ ആണ്. അപ്പം അവർക്ക് ഞങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാനുള്ളത്, ഞങ്ങൾക്ക് പഠിപ്പിച്ച ഞങ്ങളൊക്കെ പൊട്ടന്മാര് പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ആള് മനസ്സിലാക്കാൻ എടുക്കുന്ന സമയം ഇത്രയും എടുത്ത് പഠിക്കുന്ന റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് എടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ആരോട് വേണമെങ്കിലും ഫോവിയ ക്ലാസ് എടുത്ത് ആർക്കാണ് ചോദിച്ചോട്ടെ, ഇന്ന ക്ലാസ് എങ്ങനെയുണ്ട്, ആ ക്ലാസ് ചോദിച്ചാൽ അവർ എന്നെ റിവ്യൂ, ഓണസ്റ്റ് റിവ്യൂ തരും. നിങ്ങൾക്ക് അതനുസരിച്ച് ക്ലാസ് കാണാം. ആ ടോപ്പിക് ഒന്ന് ഇതുവരെ നമ്മൾ കാണാത്തൊരു ടോപ്പിക്ക് വിശ്രാം തുറന്ന് പഠിക്കുന്നതിനേക്കാൾ എത്രയോ വേണം ഈ സാധനത്തിന് അങ്ങോട്ട് കാണാൻ, വീഡിയോ കാണാൻ, മനസ്സിലാക്കാൻ, എന്നിട്ട് ബുക്ക് ഒന്ന് ഓടിച്ചു നോക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ അതിനാണ് നമ്മൾ ഫോവിയ ആപ്പ് എനിക്ക് തരുന്നത്. ഇനി അതിന് കൂടെ കുറെ പേര് നമ്മൾ കഴിഞ്ഞ മീറ്റിംഗിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉത്തരമാണ്, എങ്ങനെയാണ് ഈ സാധനം ഓർത്ത് വെക്കാനുള്ളത്. ഓർത്ത് വെക്കാനുള്ളത് ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കി, MBBSന്റെ സാധനത്തിൽ മെയിൻ തിങ് ഈസ് ബി ഫോർഗെറ്റ് എവരിതിങ്. പഠിച്ചാൽ അത് മറക്കും. പിന്നെ കുറെ ലൈക്ക് എന്താ പറയാ, ഒരു 1 വേർഡ് 1 ലൈൻ സാധനങ്ങളൊക്കെ ഉണ്ട്. ബട്ട് ഓർത്ത് വെക്കാനുള്ള ഒന്നാമത്തെ സാധനം മനസ്സിലാക്കി പഠിക്കാം. ഇപ്പം ബ്രേക്കിയൽ പ്ലക്സസ് എന്ന് പറയുന്ന സാധനത്തിന് മനസ്സിലാക്കി പഠിക്കാനൊന്നുമില്ല, കുറെ നെർവ് ഇങ്ങോട്ട് വരുന്നതാണ്. അവിടെ ആ നെർവിന്റെ പേര് മാത്രമേ, അവിടെയാണ് LML ബൈക്കിൽ അൾട്രാ വെളിച്ചത്തിൽ ഓം എന്ന് പറഞ്ഞ് IM4U. ഫോവിയയിലുള്ള കോഡാണ് നിങ്ങൾക്ക് യൂട്യൂബ് മറ്റേ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. LML അൾട്രാ M4U, ഈ 3 എണ്ണം മാത്രമേ ആവശ്യമുള്ളൂ ന്യൂമോണിക്. എന്നാൽ പിന്നെ ബാക്കി പേര് നമുക്ക് കുറച്ച് ബോധം വെച്ചിട്ട് പേര് എഴുതാൻ കഴിയും. അപ്പോൾ അതിന് നമുക്ക് ന്യൂമോണിക്സ് ആണ് അതിന് വേണ്ടത്. ബട്ട് ബ്രസ്റ്റ് എന്നതിന്റെ ഒരു ലിംഫാറ്റിക് ഡ്രെയിനേജിന് കുറച്ച് കോൺസെപ്റ്റ് ഉണ്ട്, ഓരോ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മനസ്സിലാക്കാൻ. അതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. ഫിസിയോളജി പലതും കോൺസെപ്റ്റ് വെച്ചിട്ടാ, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പം. നമ്മൾ എന്തായാലും മറക്കും, ബട്ട് വീണ്ടും വായിക്കുമ്പോൾ എളുപ്പത്തിൽ ഇത് അന്ന് ഞാൻ പറഞ്ഞല്ലേ, ആ പട്ടി മറ്റേ സലൈവ മറ്റേ ഫുഡ് കാണുമ്പോൾ സലൈവ വരുന്ന സാധനങ്ങൾ, ഇത് റിഫ്ലക്സ് ആണ്, അങ്ങോട്ട് മെസ്സേജ് പോകുന്നു, അത് കാരണം സലൈവയുടെ സെൻസസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ആ രീതിയിൽ കൺട്രോൾ ഓഫ് റെസ്പിറേഷൻ ഒക്കെ ലൈക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുക, എന്നിട്ട് പഠിക്കാം, കുറച്ചുകൂടി എളുപ്പമായിരിക്കും. രണ്ടാമത് ഇമാജിൻ. നമ്മളിങ്ങനെ റീൽസ് ഒക്കെ കാണൂലേ, ഹൗ ഡു ഐ കോപ്പി ഫോർ മൈ മെഡിക്കൽ എക്സാം, ഇങ്ങനെ എണ്ണി നോക്കിയിട്ട്. അതുപോലെ ശരീരത്തിനെ പറ്റിയൊക്കെ പഠിക്കുന്നത് എല്ലാം ഒന്നും കഴിയില്ലെങ്കിലും ചിലതൊക്കെ നമുക്കൊന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കി പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഈസ് റിവിഷൻ. അതാണ് പറഞ്ഞത്, 3-month പ്ലാൻ, April, May, June and July is again the revision of the same thing. And പിന്നെ നിങ്ങൾ ഫൈനൽ യൂണിവേഴ്സിറ്റി മുമ്പ് നിങ്ങളായിട്ടുള്ള റിവിഷൻസ് എക്സാമിന് തലേന്ന് വായിക്കുന്നത് ഒരു 3 റിവിഷൻ പ്ലാനാണ്. 3 റിവിഷനാണ് അറ്റ്ലീസ്റ്റ് നമുക്ക് ഉണ്ടാവുക.
ഒന്ന് സൂപ്പർ 30, അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഫൈനൽ ആവേഴ്സ് നിങ്ങൾ പഠിക്കുന്നത്, പിന്നെ സൂപ്പർ 30 പവർ പാക്ക്, പിന്നെ സൂപ്പർ 30 പിന്നെ എക്സാമിന് തലേന്ന് നിങ്ങളായിട്ട് പഠിക്കുന്നത്. നിങ്ങളൊരു റിവിഷൻ ഇല്ലല്ലോ, ഈ 3 റിവിഷനുള്ള സമയമുണ്ട്. റിവിഷനോ ഇവിടെ ഒന്നും പഠിച്ചു കഴിഞ്ഞിട്ടില്ല, തുടങ്ങിയിട്ടില്ല, ഒക്കെ സർവ്വസാധാരണ മക്കളെ. ഇതിനേക്കാളും അവസ്ഥയായിരുന്നു ഞങ്ങളൊക്കെ നല്ല മാർക്കോടുകൂടി ഫസ്റ്റ് ഞങ്ങൾ പാസ്സായത്. സോ വി നോ എന്തൊക്കെ വായിക്കണം. ഞാൻ ഇപ്പോഴും ഞാൻ പറയാൻ പാടില്ല എന്നറിയാം, ഞാൻ ആകെ വാസുദേവൻ 5 അമിനോ ആസിഡ് ഫസ്റ്റ് തന്നെ പഠിച്ചിട്ടുള്ളൂ. കാരണം എനിക്കറിയാം ഇതൊക്കെ ചോദിക്കുള്ളൂ. കാരണം പ്രീ വൈക്കൊക്കെ നോക്കിയിട്ട്, കാരണം ബാക്കി എന്തായാലും പഠിച്ചാൽ ഞാൻ ഓർത്ത് വെക്കൂല. പിന്നെ എന്തിനാ ഞാൻ പഠിക്കുന്നത്, ഓർക്കാൻ കഴിയുന്ന പഠിച്ചാൽ പോലും. അപ്പൊ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്ത് സെലക്ട് ചെയ്ത് പഠിച്ച് നല്ല മാർക്കോട് കൂടി പാസ്സാകാം. അതിനൊരു ട്രിക്കും ഒരു മെത്തേഡും ഒരു ഗ്രൂപ്പ് സ്റ്റഡി. ഇപ്പൊ പറയാം ഫൈനൽ ആവറേജ് ജൂണിലാണ്. ഇപ്പോഴും അപ്പള്ളിയൊക്കെ വെച്ച് പഠിച്ചു എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ആഗ്രഹമുണ്ട്, ബട്ട് നമുക്ക് കയ്യിലാണ്. ഒരു ഗ്രൂപ്പ് എല്ലാവരും ഒരുമിച്ച് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് പോലെ നമുക്ക് പ്രസന്റ് ചെയ്യാണ് നമ്മളിത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ആണല്ലോ, അപ്പൊ അത്രേ ഉള്ളൂ. ഇപ്പം നമ്മളെ പവർ പാക്ക് ഷെഡ്യൂൾ. പവർ പാക്ക് ഷെഡ്യൂളിൽ ഡേ 5 ദിവസം അനാട്ടമിയാണ് വരിക, പിന്നെ 5 ദിവസം ഫിസിയോളജി, 5 ദിവസം ബയോകെമിസ്ട്രി, പിന്നെ അഗെയിൻ നമുക്ക് അനാട്ടമി. അങ്ങനെയാണുള്ള പവർ പാക്ക് ഷെഡ്യൂൾ വിടുക. ആൻഡ് സിമിലർലി വി ഹാവ് ദിസ് ഫോവിയുടെ ഫോവിയുടെ ഫീച്ചേഴ്സും കൂടി പറയാം. മലയാളത്തിലുള്ള ക്ലാസ്സസ്, ഹാൻഡ് റിട്ടൺ നോട്ട്സ്, പേഴ്സണൽ മെന്റർഷിപ്പ്, യൂണിവേഴ്സിറ്റി ഓറിയന്റഡ് തിയറി ക്യൂബ്. അങ്ങനെ വെച്ചാൽ കുറെ കോളേജിലെ ഫസ്റ്റ് ആവറേജ്, സെക്കൻഡ് ആവറേജ്, ഫൈനൽ ആവറേജ് ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ, MCQ ബാങ്ക് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഓപ്ഷൻ മൾട്ടിപ്പിൾ കേസ് ബേസ്ഡ് അസേഷൻ MCQ ബാങ്ക്, അക്കാഡമിക് ഡിസ്കഷൻ, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, ഷെഡ്യൂൾഡ് റിവിഷൻ പ്രോഗ്രാം. ഈ 200 ഡേയ്സ് MCQ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഡേ 100 ആണ്. നാളെ മുതൽ നമ്മളെ പവർ പാക്കിന്റെ കൂടെ കയറുന്നത്. പിന്നെ നമ്മളെ സ്റ്റഡി മെറ്റീരിയൽസ്, കോവിയ ക്യൂ, അങ്ങനെയുള്ള മെറ്റീരിയൽസ് നമുക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത്. തിങ് ഈസ് വി ആർ നോട്ട് അലോൺ. വി ആർ നോട്ട് അലോൺ അല്ല, യു ആർ നോട്ട് അലോൺ ഇൻ ദിസ്. കാരണം ഏകദേശം എല്ലാവരും ഈ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ തന്നെയാണ് ഉള്ളത്. എല്ലാവരും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ബാച്ചിലുള്ള എല്ലാവരും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കമ്മ്യൂണിറ്റി എല്ലാവരും ഏകദേശം ഈ സ്റ്റേജിൽ തന്നെയാണുള്ളത്. ബട്ട് അവിടെ ഫസ്റ്റ് ആവറേജിനൊന്നും ഞാൻ ഒന്നും പഠിച്ചില്ല, എന്തൊക്കെയോ ചെയ്തു പാസ്സായി, അല്ലെങ്കിൽ ക്വാളിഫൈ ചെയ്തു. സെക്കൻഡിനും വിചാരിച്ച് പഠിക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കൊരു മാറ്റം വേണ്ടേ, ഒരു സന്തോഷത്തോടു കൂടി, സന്തോഷം ഇല്ലെങ്കിലും ഭയങ്കര വെപ്രാളൊന്നും ഇല്ലാണ്ട് സമാധാനത്തോടു കൂടി ഒരു ഫസ്റ്റ് ഇയർ പാസ്സാവാം. ആ ജേർണി സ്മൂത്ത് ആക്കാൻ വേണ്ടി തുടങ്ങാനുള്ള ബെസ്റ്റ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം ഞങ്ങൾ ആലോചിച്ച സമയത്ത് 45 ദിവസമുണ്ട്. പിന്നെ നിങ്ങൾ ഫൈനൽ ആവേഴ്സ് ചൂടിന് നിങ്ങൾ തന്നെ പഠിച്ചോളും. പിന്നെ നമ്മൾ സൂപ്പർ 30, പിന്നെ നമ്മുടെ കോഴ്സ്, പിന്നെ നമ്മളെ യൂണിവേഴ്സിറ്റി. ആ രീതിയിലാണ്. ആസ് എ കമ്മ്യൂണിറ്റി വി ഹാവ് ദ മെന്റർഷിപ്പ് പ്രോഗ്രാം. നിങ്ങൾക്ക് സംസാരിക്കാൻ, വളരെ വിളിക്കാം, കരയാം. ഞങ്ങളൊക്കെ ആൾക്കാരെ വിളിച്ച് കരയാറുണ്ട്. ഞങ്ങൾ ഒരിപ്പോഴും കരയാറുണ്ട്. ഫസ്റ്റ് ഇയർ വീജൊക്കെ കരുതുന്നൊക്കെ വരും. നിങ്ങൾ കുറെ പേര് കരുതിച്ചിട്ടാവും. എനിക്ക് സംസാരിക്കാം, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം, എങ്ങനെ പഠിക്കണം, അങ്ങനെ പറ്റുന്നൊക്കെ സംസാരിക്കാം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഡു റീച്ച് ഔട്ട് ടു us. ഓക്കെ, തിങ് ഈസ് ഇനി വേറെ കാര്യം, ഇതൊക്കെ ഫോർ പ്രൊമോഷൻ എന്ന രീതി അങ്ങനെയല്ല. വി ഹാവ് എ സോഴ്സ് ഫോർ യു, അല്ലെങ്കിൽ വി ഹാവ് എ സൊല്യൂഷൻ ഫോർ യു ആസ് ഇൻ ദ ഫോം ഓഫ് ഫോർ. അതാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. അതിന്റെ അർത്ഥം അത് ഓൾ സപ്പോസ് ടു ടേക്ക് ഫോർ അല്ല. കാരണം നിങ്ങൾ പകുതി വരെ വീഡിയോ കണ്ടിട്ട് പകുതി കണ്ട് പോയ ആൾക്കാരുണ്ടാവും. ഇത്രയും കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ യു ഹാവ് ലേൺ സംതിങ്. ഈ വീഡിയോ കാണുന്നതിനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ യു ആർ സംവാട്ട് ഫാർ ബെറ്റർ. കുറച്ച് പോയിന്റ് കിട്ടിയില്ലേ. ഫോർ എടുക്കണം എന്നല്ല, യൂസ് സം റിസോഴ്സസ്, അല്ലെങ്കിൽ പ്ലാൻ അക്കോർഡിംഗിൽ ഫൈനൽ ലെവൽ സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി പാസ്സാക്കുക. സൂപ്പർ 30 ലാസ്റ്റ് 30 ഡേയ്സ് കിടിലനായിട്ട് ലൈബ്രറി പോയിട്ട് പഠിക്കുക. യൂണിവേഴ്സിറ്റി നല്ല രീതിയിൽ പാസ്സാവുക. മാർക്ക് ഇമ്പോർട്ടന്റ് ആണോ എന്ന് ചോദിച്ചാൽ ഇമ്പോർട്ടന്റ്, ബട്ട് അതിനേക്കാൾ ഇമ്പോർട്ടന്റ് വിവരമുള്ള ആൾക്കാർക്ക് റെസ്പെക്ട് ഉള്ളൂ. നമുക്ക് നമ്മളൊക്കെ ഒരു റൗണ്ട്സിനൊക്കെ ഭാവിയിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസറൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് PGസും ഒന്നാമത് നമുക്ക് വിവരം ഉണ്ടെങ്കിൽ നമുക്ക് രോഗിക്ക് ട്രീറ്റ്മെന്റ് വെച്ച് കൊടുക്കാനുള്ളൂ. ആ വിവരം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ PGസിനെ, ഞാൻ കുറെ ദൂരമുള്ള കാര്യമാണ് പറയുന്നത്, PGസിനെ പഠിപ്പിക്കാനും ആൾക്കാരോട് സംസാരിക്കാനും രോഗികൾക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കാനും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും വരുന്ന സമയത്ത് ഇത് പേടിക്കണ്ട കേട്ടോ, അല്ലെങ്കിൽ ഇത് പേടിക്കേണ്ടതാണ്, ഇതിന് റെഫർ ചെയ്തിട്ട് വേറെ ഡോക്ടറേക്ക് റെഫർ ചെയ്യുക, അല്ലെങ്കിൽ വേറെ ഡിപ്പാർട്ട്മെന്റ് റെഫർ ചെയ്യുക, ഞാൻ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുക. അതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ ബേസിക്സ് സ്ട്രോങ് ആണ്. അത് ഫസ്റ്റ് ഇയറിന് ഒരു നല്ലൊരു പങ്കുണ്ട്. അനാട്ടമി, ഫിസിയോളജി, ബയോകെമിസ്ട്രിക്ക് പങ്കുണ്ട്. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് നമ്മൾ എല്ലാ ലോങ്ങേഴ്സേയും പഠിച്ചാൽ നമ്മൾ ആ പങ്ക് തീർത്തു, അങ്ങനെയല്ല. നമ്മൾ മനസ്സിലാക്കാൻ, നമ്മൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ ലോങ്ങേഴ്സ് ഒക്കെ പഠിക്കുന്നതിന് കൂടെ നമ്മൾ ആ മനസ്സിലാക്കേണ്ട പങ്ക് നമ്മൾ പഠിച്ചെടുത്തോളും. ഓക്കെ, ഐ നോ ഇറ്റ്സ് വാസ് വെരി ലോങ് ഡ്യൂറേഷൻ, ബട്ട് വി നീഡ് ടു ടെൽ യു സംതിങ്. അതിനാണ് ഇത്രയും നേരം എടുത്തത്. ഐ തിങ്ക് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു ഗൈസ്, ബൈ.